ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബോംബോ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയിലാണേ. നാളെ നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണേ. ഇപ്പോൾ ഏകദേശം ഒരു 6:30 സമയമൊക്കെ ആയി നമ്മളിവിടുന്ന് പുറപ്പെടുവാണേ. ഒരു 1.5-2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് ബോംബോയിലെത്താൻ. ഇന്ന് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ വില്ലേജിൽ പോയി അവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഒരുപാട് കച്ചവടക്കാരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് വഴിയുടെ 2 സൈഡിലും ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ നമുക്ക് കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും. ബോഡായുടെ നല്ല തിരക്കുണ്ട്. കാര്യം ഇവിടെ സിംഗിളായിട്ട് യാത്ര ചെയ്യുന്നവർ ബോഡാണ് ഉപയോഗിക്കുന്നത്. നമ്മളവിടെ ചെന്ന് റെസ്റ്റ് കഴിഞ്ഞു. അടുത്ത ദിവസത്തെ മീറ്റിങ്ങിൽ നമ്മൾ വന്ന് ഇച്ചാൻ എന്താണോ പ്രസംഗിക്കുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വില്ലേജിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. ഇച്ചാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടേതായ ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കു ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ അവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, നമ്മളിവിടെ മിഷണറീസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വില്ലേജുകളിൽ പോയി ബൈബിൾ ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഐറിൻ ഇവിടെയുണ്ട്. ഇത് ഐറിൻ്റെ ട്രൈബലിലുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് കേട്ടോ. ഇവിടെ കൂടുതലും ട്രൈബൽസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ട്രൈബൽസിൻ്റെ ഒരു കൂട്ടമാണ്. നമ്മൾ വില്ലേജിൽ പ്രവർത്തിക്കുമ്പം മനസ്സിലാകുമല്ലോ, നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും ഞങ്ങൾക്ക് സന്തോഷവുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രസംഗമൊക്കെ ഏകദേശം തീരാറായി. നമ്മളവിടെ ചെന്ന് കുറച്ച് ആളുകളൊക്കെ പുതിയ ആൾക്കാരുണ്ടായിരുന്നു, എങ്കിലും അവരെയൊക്കെ പരിചയപ്പെട്ട് വിശേഷങ്ങളൊക്കെ തിരക്കും. അവരെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്നൊക്കെ തിരക്കും. ദൂരെ നിന്നുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഫുഡൊക്കെ റെഡിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഉച്ചയായി. നമുക്ക് ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആചാരമാണ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ കൈയൊക്കെ കഴുകണം. അപ്പോൾ വെള്ളവും ബേസിനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എത്ര പാവപ്പെട്ട വീട്ടിലെ ആളുകളാണെങ്കിലും സാമ്പത്തികമുള്ള വീട്ടിലെ ആളുകളാണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അവർ നമ്മുടെ കൈ കഴുകി തരും. അങ്ങനെയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. അവർ നമ്മുടെ കൈയൊക്കെ കഴുകി തരും. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവരുടെ ഒരു ആചാരമാണത്. അപ്പോൾ നമ്മുടെ കൈയെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ആ സമയത്ത് അവർ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച്, ഓരോ നാട്ടിലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതി ഓരോ തരത്തിലാണല്ലോ. അതുപോലെ അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മുടെ കൈ കഴുകി തന്ന് ഇങ്ങനെ നമ്മൾ സേവിക്കുക എന്നുള്ളത്. അതുപോലെ ഫുഡൊക്കെ വന്നു. ഐറിനാണ് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് മില്ലറ്റുണ്ട്, അതുപോലെ റൈസുണ്ട്, പോഷയുണ്ട്, ബീൻസുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, പിന്നെ പച്ചക്കറികളുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ അതിൻ്റെ ചെറിയ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി നമ്മുടെ ആ ഷോർട്സൊക്കെ കാണണം. അപ്പം ചിക്കൻ കറി അറിയാമല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന പോലെ മസാല അധികം ഉപയോഗിക്കാറില്ല, എരിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള മസാലകളും എരിവൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് ശരീരത്തിന് പിടിക്കത്തില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ പോഷോയും ബീൻസുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിരുന്നു. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വരുന്ന വഴിക്കും ചെറിയ മാർക്കറ്റുകളുണ്ട്. അവിടെ കപ്പ, ചക്ക, വാഴയ്ക്ക, ഏത്തപ്പഴം, പിന്നെ പച്ചക്കറികൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ ടൗണിൽ നിന്ന് ഗ്രാമത്തിലോട്ട് പോകുന്തോറും സാധനങ്ങൾക്കെല്ലാം വിലകൾ കുറഞ്ഞു വരും. സാധാരണ ഗ്രാമങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ ടൗണിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്കെല്ലാ സാധനങ്ങളും നമുക്ക് ഗ്രാമത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങളും ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ മാർക്കറ്റുകളിൽ കയറി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അന്ന് ഞങ്ങൾ അവക്കാഡോയും അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. പ്രത്യേകിച്ചും ഐറിൻ്റെ ഗ്രാമത്തിൽ വളരെ ചീപ്പ് റേറ്റാണ്.
അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ വഴിയിൽ രണ്ട് വശത്തും നമുക്ക് കാണാനുള്ള കാഴ്ചകളും നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഗ്രാമത്തിലേക്കുള്ള യാത്ര ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ നിങ്ങളെ ഇതൊക്കെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെയുള്ള യാത്രാ വിശേഷങ്ങൾ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഉഗാണ്ടയിലെ കാഴ്ചകൾ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എൻ്റെ യാത്രകളാണ് നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ.